നീ ലൈറ്റ് അണിച്ച് കിടന്നു, ഞാൻ വരാൻ വയ്യോ. എന്നെ വെറുതെ വിട. എന്നെ ഒന്നും ചെയ്യരുത്. എടി പെണ്ണേ, ദൈവം പെണ്ണിനെ പടച്ച തന്നെ ആണിൻ്റെ കാമടക്കാനാടി, അല്ലാതെ നിന്നെയൊക്കെ എന്തിന് കൊള്ളാടി? ആ കണ്ണു തുറക്ക്, കണ്ണു തുറക്കടി. കണ്ണു തുറക്കരുത്, തുറക്കരുത്. ആ സീരിയസ്ലി എന്റെ ബർത്ത്ഡേ നിനക്ക് ഓർമ്മയുണ്ടോ? താങ്ക് യു സോ മച്ച്. യു ആർ സോ സ്വീറ്റ്. Happy birthday to you. Happy birthday to you. Happy birthday to you. പറ, ആരുമില്ലാത്ത ഈ കുട്ടിപ്പെണ്ണിനെ നീ എന്തിനാ സ്നേഹിച്ചത്? എന്ത് ചോദ്യടിയത്? ഹരി, കളിക്കല്ലേ, ചോദിച്ചതിന് ഉത്തരം പറഞ്ഞേ. സത്യം പറഞ്ഞാൽ നിന്റെ മണ്ടത്തരങ്ങൾ കണ്ടിട്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു. സോറി 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 സോറി. എൻ്റെ ഈ ചങ്ക് തുളച്ചേർന്നതിൻ്റെ ഈ നോട്ടമല്ലേ, ഈ നോട്ടം വരുന്ന കണ്ണുകൾ, അതിനെയല്ല ഞാൻ സ്നേഹിച്ചത്. എനിക്കെന്ത് വിഷമമുണ്ടെങ്കിലും സങ്കടമോ വേദനയോ എന്തുണ്ടെങ്കിലും അതിനെല്ലാം കരിയിച്ച് കളയുന്ന നിന്റെ ഈ ചിരിയുണ്ടല്ലോ, അതിനെയല്ല ഞാൻ സ്നേഹിച്ചത്. എൻ്റെ മുന്നിൽ മാത്രം ഒരു കുഞ്ഞു കുട്ടിയെ കുറുമ്പ് കാട്ടുകയും എൻ്റെ സഹോദരിയെ പോലെ എൻ്റെ കൂടെ തല്ലുകൂടുകയും
എൻ്റെ അമ്മയെ പോലെ എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ആ മനസ്സുണ്ട്, അതിനെയാണ് ഞാൻ സ്നേഹിച്ചത്. Happy birthday. ഇന്നത്തെ ഡിന്നർ എന്നോടൊപ്പം. നോ എക്സ്ക്യൂസസ്. പ്രോമിസ്? Agreed. ചുവപ്പാണ്, നിനക്ക് നന്നായിട്ട് ചേരും. ഹലോ. പറയടാ. ഹരി, ഇതെവിടെയാ? ഞാൻ ദേ ഒരു മണിക്കൂറായി കാത്തിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ വന്നുകൊണ്ടിരിക്കുക. ഇപ്പം എത്തും. ഉവ്വ, ഇപ്പം എത്തും. എന്നിട്ട് വണ്ടിയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. അത് നീ വിളിച്ചുകൊണ്ട് ഞാൻ വണ്ടി നിർത്തിയതാ. സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുള്ള കാര്യം അറിയാമല്ലോ. പോലീസ് പിടിച്ച പിന്നെ നമ്മളെ ഡിന്നറിനുള്ള കാശ് അവന്മാർക്ക് കൊടുക്കേണ്ടി വരും. ഉവ്വ, ഇപ്പം വരണുണ്ടോ ഇല്ലയോ? 10 മിനിറ്റ് കൂടി ഞാൻ നോക്കും. അതിനുള്ളിൽ വന്നില്ലെങ്കിൽ ഞാൻ പോവും. പിന്നെ ഇയാൾ ഒറ്റയ്ക്ക് പോയി ഡിന്നർ കഴിച്ചാൽ മതി. 10 മിനിറ്റൊക്കെ എന്തിനാ? ഞാൻ 2 മിനിറ്റ് കൊണ്ട് അവിടെ എത്തി നിന്നെ തൂക്കിയെടുത്തോണ്ട് പോവില്ലേ? പിന്നെ കാണാം. ഹലോ. See, baby, how much I love you. I bought you dinner, as promised. Don't you want to join? No? Okay. Olu, ഇപ്പം കഴിഞ്ഞതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടൂടെ?
നമ്മളുടെ ഈ ബോറിങ് ലൈഫിൽ ത്രില്ലിംഗ് ആയിട്ട് എന്തെങ്കിലും വേണ്ടേ? സെക്സ് ഇസ് ത്രില്ലിംഗ് ആൻഡ് വെൻ ഇറ്റ്സ് സബ്മിസീവ് ഇറ്റ്സ് ഓസം. നീ ഇപ്പം ഇവിടെ വെച്ച് നടന്നെല്ലാം മറന്നു കഴിഞ്ഞാൽ നമ്മളല്ലാതെ ഇതാരും അറിയാൻ പോകുന്നില്ല. ഞങ്ങളാരും നിൻ്റെ ലൈഫിലേക്ക് വരാനും പോകുന്നില്ല. മറ്റേതൊരു പെൺകുട്ടിയെ പോലെ നിനക്കും ഒരു കല്യാണവും കുടുംബവും കുട്ടികളും ആയി സുഖമായി ജീവിക്കാം. അതല്ലാതെ പോലീസും കോടതിയും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അങ്ങ് ഒലത്തിക്കളയാമെന്ന് നീ വിചാരിച്ചെങ്കിൽ ബുദ്ധിയുള്ളതായതുകൊണ്ട് നീ അങ്ങനെ ചെയ്യില്ല. ഇനി അഥവാ നീ അങ്ങനെ ചെയ്താൽ ഞങ്ങളായിട്ട് നിന്നെ ഒന്നും ചെയ്യില്ല. ഈ സൊസൈറ്റി തന്നെ നിന്നെ അങ്ങ് പിച്ച് ചീന്തും. ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാളെ എല്ലാ ന്യൂസ് ചാനലും അതായിരിക്കും ബ്രേക്കിംഗ് ന്യൂസ്. പിന്നെ ഞങ്ങൾ എവിടെ തൊട്ടു, എങ്ങനെ തൊട്ടു എന്നതൊക്കെ ഉള്ളത് അവന്മാരെ മസാല ചേർത്ത് അങ്ങ് അടിച്ചു വിട്ടോളും. ഡീ ദേ ഇവനെ കണ്ടോ? പോലീസുകാരനാ, സസ്പെൻഷനിലാണ്, എന്നാലും പോലീസല്ലേ. പിന്നെ ദേ ഇവൻ നല്ല ഒന്നാം തരം ക്രിമിനൽ ലോയറാണ്. നിയമം എന്താണ് ഏതാണെന്നൊക്കെ തീരുമാനിക്കുന്നത് യവന്മാരൊക്കെ തന്നെടി. ഏടി കൊച്ചേ, റേപ്പ് ചെയ്യപ്പെട്ടൊരു പെണ്ണിനെയൊക്കെ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ കേട്ടിട്ടുണ്ടോ? കേൾക്കത്തില്ല. കാരണം അത് ഒരിക്കലും നടക്കില്ല. നിന്നെ ആരും കേട്ടാൽ പോകുന്നു. പിന്നെ ഈ നാട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ഈ നാട്ടുകാരൊക്കെ നിന്നെ അറപ്പോടും വെറുപ്പോടും കൂടി ആയിരിക്കും നോക്കുന്നത്. വഴി നിന്നെ കാണുമ്പം അച്ഛനമ്മമാരുണ്ടല്ലോ കുട്ടികളുടെ കണ്ണു കുത്തും. മറ്റ് സ്ത്രീകൾ നിന്നെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പൊടി. പിന്നെ ചിലരൊന്നും അങ്ങനെ ചെയ്യില്ല. നിന്നെ കാണുമ്പം അവരുടെ കണ്ണിൽ കാമം കത്തും. അവർ നിൻ്റെ പിന്നാലെ വരും. രാത്രിയാകുമ്പോൾ നിൻ്റെ അടുക്കള വാതിലിലും കിടപ്പുമുറിയിലും ജനാലയിലും വന്ന് തട്ടും. ഒരിക്കൽ നിനക്ക് ആ കഥ തുറക്കേണ്ടി വരും. അല്ലെങ്കിൽ അവരത് തുറന്ന് അകത്തേക്ക് കയറും. പിന്നെ ഒരു തീരുമാനം എടുക്കാൻ നിനക്ക് എളുപ്പമായിരിക്കും. ഒന്നിലൊരു വേശിയായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ചത്തുകളയാം. So sad. But don't worry, ഞാൻ നിന്നെ കൈവിടില്ല. You know why? Because I love you. നിനക്ക് എത്ര കാലം വേണമെങ്കിലും എൻ്റെ വെപ്പാട്ടിയായിട്ട് ജീവിക്കാടി. അല്ലെങ്കിൽ ഒന്നുകൂടെ കഴിഞ്ഞിട്ട് പോവല്ലേ? നീ എന്തിനാ അവൾ ഇവിടെ ഇറക്കിയോട്ട്? ഈ റെയിൽവേ ട്രാക്ക് കഴിഞ്ഞ അവളുടെ വീടാണ്. പിന്നെ ഈ അവസ്ഥയിലിരിക്കുന്ന എല്ലാ അവളന്മാർക്കും ഈ ബ്ലേഡ് കയറ് റെയിൽവേ ട്രാക്ക് എന്ന് പറഞ്ഞാൽ അപ്പം കയറി ചാവാൻ തോന്നും. പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ആർക്ക്? നമുക്ക്. പിന്നല്ലാതെ ആർക്ക്? ആ രാത്രി സംഭവിച്ചതൊക്കെ ഒരു ദുസ്വപ്നമായി കണ്ട് മറന്നു കളയാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ നിശബ്ദത
നാളെ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ ഇടയാക്കരുത് എന്ന് തോന്നി. അവർക്കെതിരെ ഞാൻ നിയമത്തിൻ്റെ സഹായം തേടിച്ചു. അവർ പറഞ്ഞതാണ് ശരി. നിയമം എന്താണ് ഏതാണെന്നൊക്കെ തീരുമാനിക്കുന്നത് അവരൊക്കെ തന്നെയാണ്. വഴിവിട്ട രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു സ്ത്രീ സമൂഹത്തിലെ മാന്യന്മാർക്കെതിരെ ചമച്ച കള്ളക്കേസായി അത് മാറി. ആ മാന്യന്മാരെ നിയമം വെറുതെ വിട്ടു. പിന്നെ ഈ നാട്ടിൽ നീ ഇറങ്ങി നടക്കുമ്പോൾ ഈ നാട്ടുകാരൊക്കെ നിന്നെ അറപ്പോടും വെറുപ്പോടും കൂടി എനിക്ക് നോക്കുന്നത്. വഴി നിന്നെ കാണുമ്പോൾ അച്ഛനമ്മമാരുണ്ടല്ലോ കുട്ടികളുടെ കണ്ണു കുത്തും. മറ്റ് സ്ത്രീകൾ നിന്നെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പൊടി. പിന്നെ ചിലരും അങ്ങനെ ചെയ്യില്ല. നിന്നെ കാണുമ്പോൾ അവരുടെ കണ്ണി കാമം കത്തും. അവർ നിന്റെ പിന്നാലെ വരും. രാത്രിയാകുമ്പോൾ നിന്റെ അടുക്കള വാതിലും കിടപ്പുമുറിയിലും ജനാലയിലും വന്ന് തട്ടും. ഒരിക്കൽ നിനക്ക് ആ കഥ തുറക്കേണ്ടി വരും. അല്ലെങ്കിൽ അവരത് തുറന്ന് അകത്തേക്ക് കയറും. പിന്നെ ഒരു തീരുമാനം എടുക്കാൻ നിനക്ക് എളുപ്പമായിരിക്കും. ഒന്നിലൊരു വേശിയായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ചത്തളയും. എനിക്ക് അന്നേ അറിയായിരുന്നു നീ എന്തായാലും എൻ്റെ വെബ് പാർട്ടിയുടെ ഓഫർ സ്വീകരിക്കുമെന്ന്. ശരീരം മാത്രമായിരുന്നു വേണ്ടതെങ്കിൽ എൻ്റെ മനസ്സിനെ ഇതിനിടയിലേക്ക് വലിച്ചിഴച്ചു. കാണാൻ കൊള്ളാന്നൊരു ചെക്കൻ വന്ന് 4 പഞ്ചാര അടിച്ച് ആത്മാർത്ഥ പ്രണയം അഭിനയിച്ചു കഴിഞ്ഞാൽ ജനിപ്പിച്ച തന്തയേക്കാളും അവനെങ്ങ കയറി വിശ്വസിക്കുന്ന നിന്നെ പോലുള്ള എല്ലാ അവളുമാർക്കും ഇതൊക്കെ തന്നെടി ഗതി.
നീയോ? വാ, കയറി വാ. മൂന്ന് പേരും. എന്താ ചെയ്യണ്ടേന്ന് നിനക്കറിയാലോ അല്ലേ? നോ ഫ്രെഡി, വേണ്ട, അത് ചെയ്യരുത്, അത് ചെയ്യാൻ പാടില്ല ഫ്രെഡി. ഫ്രെഡി, ഫ്രെഡി വിടറാ, കൈയെടുറാ ഫ്രെഡി, ഫ്രെഡി കൈയെടുക്കാൻ. ഫ്രെഡി നോ, നോ ഫ്രെഡി, വിടാവളെ, വിടാൻ ഫ്രെഡി പ്ലീസ്. വേണ്ട, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല, പ്ലീസ് ഫ്രെഡി, വേണ്ട, വേണ്ടടാ, നോ. നീ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇവള് നമ്മളെ കൊല്ലും. വെറുതെ എന്തിനാടാ ഇവളെ കൂടെ വലിച്ചെടുക്കുന്നത്? പ്ലീസ്. എന്തായാലും മരിക്കുമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് മരിക്കുന്നതാണ് നല്ലത്. ഫ്രെഡി പ്ലീസ്. ഇതുപോലെ തന്നെയായിരുന്നില്ലേ അന്ന് ഞാനും വളരെ കരഞ്ഞത്? അന്നത്തെ കേട്ട് നീ പൊട്ടിച്ചിരിക്കുകയായിരുന്നില്ലേ? പിന്നെന്താ ഇന്നീ കരച്ചിൽ കേട്ട് നീ കരയാൻ? ദൈവം പെണ്ണിനെ പഠിച്ചത് ആണിന്റെ കാമമടക്കാനല്ലേ? അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? പിന്നെന്തേ നീ കണ്ണടച്ചിരിക്കുന്നു? കണ്ണു തുറക്ക്, കാണും നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാഴ്ച. കണ്ണു തുറന്ന് കാണും. സ്വന്തം ഭാര്യയെ മറ്റൊരുത്തൻ പിച്ചു ചീന്തുന്നത് കണ്ടുകൊണ്ടിരിക്കാനാവുന്നില്ല അല്ലേ? ഇതുപോലെ തന്നെ നീയൊക്കെ കടിച്ചു കീറുന്ന ഓരോ പെൺകുട്ടിയും ആരുടെയൊക്കെയോ ഭാര്യയും മകളും സഹോദരിയുമായിരുന്നു. ഒരു നിമിഷത്തേക്ക് വേണ്ടി നീയൊക്കെ ചവച്ചു വെക്കുന്നത് ഒരു പെൺകുട്ടിയെ മാത്രമല്ല, അവളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ജീവിതവും ഒക്കെയാണ്. നിന്നെപ്പോലൊരു കാമപിശാചിന്റെ അടിയിൽ സ്വന്തം ഭാര്യ ഞെരിയുന്നത് കാണുമ്പോൾ നിനക്ക് വേദനിക്കുന്നുണ്ട് അല്ലേടാ നായ്? എനിക്കെന്ത് സംഭവിച്ചുവെന്നും ഞാൻ എന്തിനിതൊക്കെ ചെയ്തുവെന്നും കേട്ട് കഴിഞ്ഞിട്ട് നിനക്കതൊക്കെ എൻ്റെ നേരെയോ നിൻ്റെ ഭർത്താവിൻ്റെ നേരെയോ തിരിക്കാം. നീ ഇപ്പം ചിന്തിക്കുന്നത് നിനക്കിങ്ങനെയൊക്കെ സംഭവിക്കാൻ നീ എന്ത് തെറ്റ് ചെയ്തു എന്നായിരിക്കും. സ്നേഹിച്ച പുരുഷനും അവൻ്റെ കൂട്ടുകാരും ചേർന്ന് എന്നോടിത് ചെയ്തപ്പോൾ ഞാനും ഇത് തന്നെയാണ് ആലോചിച്ചത്.
ഒരു പുരുഷനെ ആത്മാർത്ഥമായി സ്നേഹിച്ചതും അവനെ വിശ്വസിച്ചതും അതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതെ, അത് തന്നെയാണ് നമ്മൾ ചെയ്ത തെറ്റ്. തെറ്റായ പുരുഷനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തത്. ഒരു രാത്രി നിന്നെ തനിച്ച് കിടത്തിയിട്ട് നിന്റെ ഭർത്താവ് വന്നത് എന്നോടൊപ്പം കിടക്കാനായിരുന്നു. കൂട്ടുകാരോടൊപ്പം ഒരു പുതിയ ഇരയെ പങ്കിടാൻ. ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. നിന്റെ അപ്പുറത്ത് ചത്തുകിടക്കുന്നവനോട് നീ കരഞ്ഞപേക്ഷിച്ചതുപോലെയാണ് അന്ന് ഞാൻ നിന്റെ ഭർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചത്. അന്ന് അവൻ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ദൈവം പെണ്ണിനെ പടച്ചത് ആണിൻ്റെ കാമമടക്കാനാണ്. എൻ്റെ കണ്ണുനീർ കണ്ടവൻ പൊട്ടിച്ചിരിച്ചു. എൻ്റെ വേദന അവൻ ആസ്വദിച്ചു. ആ കണ്ണുനീരിൻ്റെയും വേദനയുടെയും വില അവന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഞാൻ നിന്നോടിത് ചെയ്തു. ഞാനന്ന് കിടന്നതുപോലെ നിന്റെ ഭാര്യ കിടക്കുന്നത് കണ്ടില്ലേ ജോൺ? അന്ന് എന്നോട് പറഞ്ഞതൊക്കെ തന്നെ അവളോടും പറയേ. അവളോട് പറയേ, നിൻ്റെയൊക്കെ ബോറിംഗ് ആയ ലൈഫിൽ ത്രില്ലിംഗ് ആയ എന്തെങ്കിലും വേണമെന്ന്. അവളോട് പറയേ, ഇതൊക്കെ ഒരു തമാശയായി കാണാൻ, ഒക്കെ മറന്നു കളയാൻ. ലോകത്ത് മറ്റൊരാളും ഇതൊന്നും അറിയാൻ പോകുന്നില്ല. നടന്നതൊക്കെ മറ്റാരോടും പറയാതിരുന്നാൽ അവൾക്ക് അവളുടെ ഭർത്താവിനും കുട്ടികൾക്കും ഒക്കെ സന്തോഷമായി ജീവിക്കാമെന്ന് പറയും. അതല്ല, നിങ്ങൾക്കെതിരെ നിയമത്തിന് മുമ്പിൽ പോയി മുട്ടുകുത്തിയാൽ നിയമം എന്തെന്ന് തീരുമാനിക്കുന്ന നിങ്ങളൊക്കെ തന്നെ അവളെ വേശ്യയായി മുദ്രകുത്തുമെന്ന് പറയും. വഴിവിട്ട് സഞ്ചരിക്കുന്ന ഭാര്യ ഭർത്താവിനെതിരെ ചമച്ച കള്ളക്കേസായി കണ്ട് ലോകം അവളെ അറപ്പോടും വെറുപ്പോടും കൂടി നോക്കുമെന്ന് പറയേ. അവളെതിരെ നടന്നു വരുമ്പോൾ അച്ഛനമ്മമാർ മക്കളുടെ കണ്ണുപൊത്തുമെന്ന് പറയും. സ്ത്രീകൾ കാർക്കിച്ചു തുപ്പും. അവളെ കണ്ട് കാമം കത്തുന്ന കണ്ണുകൾ രാത്രി അവളുടെ അടുക്കളവാതിലും കിടപ്പ് മുറിയുടെ ജനലിലും വന്നു മുട്ടും. തുറന്നു കൊടുത്തില്ലെങ്കിൽ ചവിട്ടി തുറന്നു കയറുമെന്ന് പറയും. പിന്നെ നിന്റെ ഭാര്യയ്ക്കൊരു വേശ്യയായി ജീവിക്കും. അതല്ലെങ്കിൽ നിങ്ങളും ഈ സമൂഹവും ചേർന്ന് അവളെ കൊന്നുകളയുമെന്ന് പറയേ. മരിക്കാനൊരുങ്ങിയവളാണ് ഞാൻ. മരണത്തോടടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇവരുടെയൊക്കെ മുഖം മനസ്സിൽ വന്നു. ഇവരുടെ അട്ടഹാസങ്ങൾ ഒരു കൂട്ടം നായ്ക്കളുടെ കുര പോലെ തോന്നി. അവിടെ വെച്ച് ഞാൻ എന്നെ തടഞ്ഞു. പട്ടി കടിച്ചു എന്ന് വെച്ചാരെങ്കിലും ആത്മഹത്യ ചെയ്യും? ഇല്ല. പിന്നെ നമുക്ക് പേ വരുന്നത് ഇവരുടെ കടിയുടെ വിഷം കൊണ്ടല്ല, ഈ സമൂഹം നമ്മളിൽ കുത്തിവെക്കുന്നതാണ്. നമ്മളല്ല, പകരം ഈ നായ്ക്കളാണ് ചാവേണ്ടത്. ഇനി മറ്റൊരു പെൺകുട്ടിക്ക് ഇവരുടെ കടിയേൽക്കാൻ പാടില്ല. കൊന്നു തള്ളണം. ഇവരെന്നോട് ചെയ്ത കുറ്റത്തിന് നമ്മുടെ നിയമത്തിൻ്റെ കയ്യിൽ ശിക്ഷയില്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ ഇവർക്ക് നൽകിയ ശിക്ഷയ്ക്ക് അതേ നിയമം തന്നെ എനിക്ക് വേണ്ടി കൊലക്കയറൊരുക്കുകയായിരിക്കും. തൽക്കാലം കുറച്ചു നാളത്തേക്ക് ഞാൻ ആ കൊലക്കയറിലേക്കില്ല. ഇനിയും നിറയെ നായ്ക്കൾ ചത്തു വീഴാനുണ്ട്. നീ ചെയ്തതാണ് ശരി. അതെ, നീ ചെയ്തതാണ് ശരി.